പലരും പറയാറുണ്ട്, ഉസ്താദേ മകനെ കൊണ്ടൊരു കല്യാണം കഴിക്കണം, എന്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ല, കാലുവേദനയാണ്, കൈവേദനയാണ്. മോളെ, ഓ മോനെ, അമ്മായിമ്മ, ഓ ഉപ്പ, പെണ്ണ് കെട്ടിക്കുന്നത് നിങ്ങളെ പെണ്ണുങ്ങളുടെ കാലുവേദനയ്ക്ക് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. പെണ്ണുങ്ങൾക്ക് നെഞ്ചുവേദനയാണ്, വെള്ളം കോരാൻ കഴിയുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്റെ മൂത്ത മകനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു, അവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത്തെ മകനെ കൊണ്ടും പെണ്ണ് കെട്ടിക്കണം, അതിനെന്ത് വേണം? എന്റെ പെണ്ണുങ്ങൾക്ക് സുഖമില്ല. ആരാ പറഞ്ഞത് നിങ്ങളോട്? ഇല്ല ഇല്ല, നിങ്ങൾക്കോ നിങ്ങളെ പെണ്ണുങ്ങൾക്കോ സുഖമില്ലാത്തത് കൊണ്ട് മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിട്ട് മക്കളെ കൊണ്ട് തോട്ടം നനപ്പിക്കണ്ട, മക്കളെ കൊണ്ട് തെങ്ങ് നനപ്പിക്കണ്ട, അതേ മരുമക്കളെ കൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, നിങ്ങൾ വീട്ടു ജോലി എടുപ്പിക്കണ്ട, നിങ്ങൾക്ക് ഖിദ്മ ചെയ്യാൽ. ഓ നാത്തൂന്മാരെ, നിങ്ങളും പലപ്പോഴും ഇടപെടാറില്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. താത്ത എവിടെ പോയി? താത്ത പോയി ഒറ്റക്കാണ്. അപ്പോഴത്തിന് വേറെ അങ്ങോട്ട് ഫോൺ ചെയ്ത് ഫോൺ അങ്ങോട്ട് താത്ത അമ്മനെ ഒറ്റക്കാക്കി താത്ത പോയിക്കണ്, ചെറിയ കുട്ടിയെ ആക്കിയിട്ട്. എന്റെ അബ്ബക്ക് ഉമ്മാന്റെ അടുത്ത് പോയി. ഇന്നൂടെ സ്വന്തം മകളാണ് അല്ലേ? സ്വന്തം മകൾ ഉമ്മാനെ നോക്കാൻ, വാപ്പാനെ നോക്കാൻ അല്ലാ ഇസ്ലാം അനുവദിക്കുന്നില്ല. പിന്നെ എന്താണ് ഉസ്താദേ? ഒരു സഹകരണം, ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ഔദാര്യം, ഒരു സ്നേഹമാണ്. ആ സ്നേഹം കിട്ടണോ, ആ ഔദാര്യം കിട്ടണോ, ആ അഡ്ജസ്റ്റ്മെന്റ് കിട്ടണോ, അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് സ്നേഹം കൊടുക്കണം, അങ്ങോട്ട് വിനയം കൊടുക്കണം, അങ്ങോട്ട് എളിമ കൊടുക്കണം, അങ്ങോട്ട് തെളിനീരൊഴുക്കണം. അപ്പോൾ അതാ ഇങ്ങോട്ട് സ്നേഹം തരുന്നു. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വതആവനു അലൽ ബിർരി വത്തഖ്വാ, പരിശുദ്ധ ഖുർആൻ. വതആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കുക, നിങ്ങൾ പരസ്പരം സഹായിക്കുക. അലൽ ബിർരി, നല്ലത് കൊണ്ട്, നല്ലതിനു വേണ്ടി സഹകരിക്കുക. അലൽ ബിർരി വത്തഖ്വാ, തഖ്വയിലും നിങ്ങൾ സഹകരിക്കുക. അതല്ലാതെ മകൻ കല്യാണം കഴിച്ച് ഗൾഫിലേക്ക് മരുമകളെ കൊണ്ടുപോകുന്നു, എതിർത്ത് പോകണ്ട, അതിന് പാര വെക്കണ്ട, അതിന് കുശുമ്പ് കാണിക്കണ്ട, അസൂയ വെക്കണ്ട. അവൻ കല്യാണം കഴിച്ചത് അവന് എവിടെയും കൊണ്ടുപോകാ, അവൻ എവിടേക്കും കൊണ്ടുപോകാ, അവൻ എവിടേക്കും വിളിച്ചാലും വരണം, പോകണം. അതാണ് പെണ്ണ്, അതിനാണ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്. ഉമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞ്, വാപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ്, വാപ്പാനെ നോക്കാൻ, ഉമ്മാനെ നോക്കാൻ ഈ മകൻ പറയാണ്, മോളെ നീ ഒരു 10 ദിവസം അവിടെ ഉപ്പാന്റെ അരികത്ത് നിൽക്കണമെന്ന് മകൻ പറഞ്ഞാൽ, അതേ അത് അഡ്ജസ്റ്റ്മെന്റ്, സ്നേഹം കൊണ്ട്. അതാ ഈ അവന്റെ ഭാര്യ നിന്നാൽ നിന്ന്, ഇനി നിന്നില്ലെങ്കിലോ അടിക്കാൻ പാടില്ല. ഉമ്മാനെ നോക്കാത്തത് കൊണ്ട് തരാക്ക് ചെല്ലാൻ പാടില്ല, വാപ്പാനെ നോക്കാത്തത് കൊണ്ട് അടിക്കാൻ പാടില്ല, വാപ്പാനെയും ഉമ്മാനെയും നോക്കാത്തത് കൊണ്ട് അവളെ വെറുക്കാനോ പാടില്ല. ചില മക്കളുണ്ട്, മരുമക്കളുണ്ട്, നല്ല മരുമക്കള്, അതേ നല്ല അമ്മായി ഉമ്മമാര്. അല്ലാ വാപ്പ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കൊണ്ട് കൊടുക്കുന്നു, വാപ്പ സുബഹിക്ക് പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് ചായയും ബിസ്ക്കറ്റും വാപ്പക്ക് ഇഷ്ടപ്പെട്ട കടിയും മേശയുടെ മുകളിലെത്തി വാപ്പാനോട് കുടിക്കാൻ ആവശ്യപ്പെടുന്നു. അതേ നാസ്തയുണ്ടാക്കുന്നു, കഞ്ഞി കൊടുക്കുന്നു. ഉമ്മ നിസ്കരിച്ച് നിസ്കാരപ്പായിലിരിക്കുമ്പോ സലാം വീട്ടി ദിക്റുകളൊക്കെ ചെല്ലുമ്പോ ഉമ്മാന്റെ മുന്നിലേക്ക് ചായ വരികയാണ്. ആരാ കൊടുക്കുന്നത്? മരുമകളാ കൊടുക്കുന്നത്. മകളോ മകനോ അറിയുന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് വരും മകള്, എന്നിട്ട് ഉമ്മാനൊക്കെ ഒന്ന് കുളിപ്പിച്ച്, ഉമ്മാന്റെ മേച്ചൊക്കെ ഒന്ന് മാറ്റിച്ച്, ഉമ്മ കിടക്കുന്ന റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി
എന്നിട്ട് എന്താ 36 പണി? കുറ്റത്തോടെ കുറ്റം അല്ലേ? എങ്ങനെയാ കുറ്റം? സുബ്ഹാനല്ലാഹ്. ഓ പെങ്ങളെ, നീ വരുന്നത് മാസത്തിൽ ഒരിക്കലാണ്, 15 ദിവസത്തിൽ ഒരിക്കലാണ് വാപ്പാനെ കാണാൻ, ഉമ്മാനെ കാണാൻ. വന്നോ? അൽഹംദുലില്ലാഹ്, വരണം, കാണണം, ഖിദ്മ ചെയ്യണം. അതെ, ബാക്കി 14 ദിവസവും, ബാക്കി 29 ദിവസവും അതെ വാപ്പാക്ക് വെള്ളം കൊടുക്കുന്നത്, വാപ്പാക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നത്, ഉമ്മാന്റെ ഷർട്ട് അലക്കുന്നത്, ഉമ്മാന്റെ തുണി അലക്കുന്നത്, ഉമ്മാന്റെ എല്ലാം ചെയ്യുന്നത്, ഉമ്മാനെ കൈപിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ആരാടെന്നറിയുമോ? അതേ വേറെ ഉമ്മ പ്രസവിച്ച, അതേ മറ്റൊരു ഉമ്മ പ്രസവിച്ച മകളാണ്. അതേ ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? പ്രസവിച്ച മക്കളാട്. പകരം ഔദാര്യത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ, അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ ചെയ്യുന്നു.